മധ്യ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച ഇറാനിയൻ മിസൈലുകളുടെ പുതിയ തരംഗം. ഇറാനിൽ നിന്നും ഇസ്രായേൽ പ്രദേശത്തേക്ക് പുതിയ മിസൈൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന വ്യോമാക്രമണത്തിൽ ഗണ്യമായ വർധനവ് അടയാളപ്പെടുത്തുന്നു. ബോംബാക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒരാക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകർ മധ്യ ഇസ്രായേലിലേക്ക് പോവുകയാണെന്ന് ഇസ്രായേലി ഹോം ഫ്രണ്ട് കമാൻഡ് പറഞ്ഞതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. സൈനിക ഉദ്യോഗസ്ഥർ വരുന്ന ഭീഷണികൾ നിരീക്ഷിക്കുമ്പോൾ സ്ഥിതിഗതികൾ സുഗമമായി തുടരുന്നു. ഇസ്രായേൽ സൈന്യം ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച മിസൈലുകളുടെ ഒരു പുതിയ തരംഗം തിരിച്ചറിഞ്ഞുവെന്ന് അൽ ജസീറ അഭിപ്രായപ്പെട്ടു. ഇതൊരു മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ ഉയർന്ന ജാഗ്രതാ പദവിയിലേക്ക് നയിച്ചു. ചാനൽ 12 ഉൾപ്പെടെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആക്രമണങ്ങളുടെ ആഘാതം ഇതിനകം തന്നെ ഭൂമിയിൽ അനുഭവപ്പെടുന്നുണ്ടെന്നാണ്. പ്രാരംഭം ഏറ്റുമുട്ടൽ മുതൽ ഹോളോൺ നഗരത്തിൽ ഒരാൾക്കെങ്കിലും പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. കൂടാതെ ഇസ്രായേലി വ്യോമാതിർത്തിയിലേക്ക് പ്രൊജക്ടൈലുകൾ പ്രവേശിച്ചതായി കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെ മധ്യ ഇസ്രായേലിൽ സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടുവെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. നിരന്തരമായ ഭീഷണിക്ക് മറുപടിയായി ഇറാനിയൻ മിസൈലുകളുടെ ഒരു പുതിയ തരംഗത്തെ തടയാൻ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. രാജ്യത്തുടനീളമുള്ള വിവിധ നഗര തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഒരു വരാനിരിക്കുന്ന ഭീഷണിയായി സൈന്യം വിശേഷിപ്പിച്ചതിനെ നിർവീര്യമാക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രതിരോധ പ്രവർത്തനം. നേരത്തെ മരിച്ചവരുടെ എണ്ണവും പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട്. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം ഡിമോണയിലും ആറാദിലും ഇറാനിയൻ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഏകദേശം പരിക്കേറ്റ 180 പേർ സൊറോക്ക മെഡിക്കൽ സെന്ററിൽ എത്തിയിരുന്നുവെന്നും ഇസ്രായേലി ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന്റെ രണ്ടാം ഘട്ടം തുടരുന്നതിനിടെ കൂടുതൽ നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിനായി ആളുകൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത തടയാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇസ്രായേൽ സൈന്യം ആവർത്തിച്ചു. ഏറ്റവും പുതിയ ബുരേച്ചിന്റെ പൂർണ്ണ വ്യാപ്തി ഇപ്പോഴും വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും മധ്യമേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഏറ്റവും പുതിയ സ്ഫോടനങ്ങളിൽ നിന്നും ആളപകടങ്ങളോ നാശനഷ്ടങ്ങളോ ഉണ്ടായതായി ഉടനടി റിപ്പോർട്ടുകളൊന്നുമില്ല എന്നും അൽ ജസീറ എടുത്തു പറഞ്ഞു. അതേസമയം ഹോർമുസ് കടലിടുക്കിലെ നിലവിലെ സാഹചര്യത്തിന്റെ മൂലകാരണം US ഇസ്രായേൽ ആക്രമണങ്ങളാണെന്ന് ടെഹ്റാൻ IMOയിൽ കുറ്റപ്പെടുത്തി. ആഗോള എണ്ണ കയറ്റുമതിയുടെ 20% കടന്നുപോകുന്ന നിർണായക ജലപാതയായ ഹോർമുസ് കടലിടുക്കിൽ നിലവിലുള്ള സംഘർഷങ്ങൾക്ക് കാരണം US-ഉം ഇസ്രായേലും നടത്തുന്ന ആക്രമണമാണെന്ന് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനിലെ ഇറാൻ പ്രതിനിധി കുറ്റപ്പെടുത്തി. സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും മേഖലയിൽ സഞ്ചരിക്കുന്ന നാവികരെ സംരക്ഷിക്കുന്നതിനും സംഘടനയുമായും മറ്റ് രാജ്യങ്ങളുമായും സഹകരിക്കാൻ തയ്യാറാണെന്ന് IMOയ്ക്ക് നൽകിയ പ്രസ്താവനയിൽ ടെഹ്റാൻ പറഞ്ഞു. ഇറാനിയൻ അധികാരികളുമായി ശരിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശത്രു കപ്പലുകൾ ഒഴികെയുള്ള കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ കഴിയുമെന്നും പ്രതിനിധി കൂട്ടിച്ചേർത്തു. ഇസ്രായേലി US-ഉമായി ബന്ധപ്പെട്ട ആസ്തികൾ ലക്ഷ്യമിട്ട് ആഴ്ചകളോളം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നതിനെ തുടർന്ന് പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഇത് ഊർജ്ജ വിതരണത്തെയും സമുദ്ര സുരക്ഷയെയും കുറിച്ച് ആഗോള ആശങ്കകളും ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.